ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ഥൈര്യലേപനം എന്ന കൂദാശയെ പറ്റി നമുക്ക് ഏവർക്കും അറിയാം. നാം ഈ കൂദാശ വളരെ ഒരുക്കത്തോടെ സ്വീകരിച്ചതുമാണ്. ഈ കൂദാശയുടെ ഫലം എന്താണ്? അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്ത് ദിനത്തിൽ നൽകപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ വർഷിക്കപ്പെടലാണ് സ്ഥൈര്യലേപന കൂദാശയുടെ ഫലം. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 1302 ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നു. തുടർന്ന് 1303 ഖണ്ഡികയിൽ സ്ഥൈര്യലേപനം മാമോദീസായിലെ കൃപാവരത്തിന്റെ വർധനവിനും ആഴപ്പെടലിനും കാരണമാകുന്നുവെന്നും ആബാപിതാവേ എന്ന് വിളിക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന ദൈവപുത്ര സ്വീകരണത്തിൽ നമ്മെ കൂടുതൽ ആഴപ്പെടുത്തുന്നുവെന്നും നമ്മെ ക്രിസ്തുവിനോട് ഗാഠമായി ഐക്യപ്പെടുത്തുന്നുവെന്നും നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ വർദ്ധിപ്പിക്കുന്നുവെന്നും സഭയോടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നുവെന്നും ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികൾ എന്ന നിലയിൽ വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കാനും സംരക്ഷിക്കാനും ധീരതയോടെ ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുവാനും കുരിശിനെ പറ്റി ഒരിക്കലും ലജ്ജിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവിന്റെ സവിശേഷമായൊരു ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നുവെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്ഥൈര്യലേപന കൂദാശ ഒരിക്കൽ മാത്രമേ നൽകപ്പെടുകയുള്ളൂ. കാരണം അത് ആത്മാവിൽ മായ്ക്കാനാവാത്ത ഒരു മുദ്ര പതിക്കുന്നു. ഇത് 1304 ഖണ്ഡികയിൽ വരച്ചു കാട്ടുന്നുണ്ട്. മാമോദീസ വഴി നാം സ്വീകരിച്ച പൊതുപൗരോഹിത്യത്തെ ഈ മുദ്ര പൂർണ്ണമാക്കുന്നു. ഈ കൂദാശ സ്വീകരണം വഴി പരസ്യമായി വിശ്വാസം ഏറ്റുപറയുവാനുള്ള ശക്തി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവ 1305 ഖണ്ഡികയിൽ നിന്ന് വ്യക്തമാണ്. സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരണത്തിലൂടെ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഇവയിൽ നിന്ന് വ്യക്തമല്ലേ? ക്രിസ്തുവിനായി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെ പോലെ ആത്മാവിൽ കത്തിച്ചൊലിക്കാൻ വേണ്ട എല്ലാ കൃപകളും ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ കനലായി നിലകൊള്ളുന്ന ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് കത്തിച്ചെടുക്കാം, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.